വീട്ടിൽ നിന്ന് വുളൂ തയ്യാറാക്കി പള്ളിയിലെത്തി. നിസ്കാരമൊക്കെ കഴിഞ്ഞ് ദിക്ർ സ്വലാത്തിലായി അള്ളാഹുവിൻ്റെ പള്ളിയിൽ തന്നെ കഴിഞ്ഞുകൂടിയ ഒരു മനുഷ്യൻ കുറേ സമയം അങ്ങനെ ഇരുന്നു. പരിശുദ്ധ ഹജ്ജിൻ്റെ ഉംറയുടെ പ്രതിഫലം കിട്ടുന്ന ഫളീലത്തായി ഇശ്റാഖ് നിസ്കാരം ഒക്കെ നിസ്കരിച്ചു. ഖുർആനത്തിലും ദിക്റിലും സ്വലാത്തിലും കഴിഞ്ഞുകൂടി. ഉദയം കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾ ഇശ്റാഖ് നിസ്കരിച്ചു. ഹജ്ജിൻ്റെ ഉംറയുടെ പ്രതിഫലം കിട്ടുന്നതോടൊപ്പം നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉണർത്തുന്നത് മഹത്തുക്കളായ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലായിക്കത്തുകൾ അവന് വേണ്ടി കാരുണ്യം തേടും അള്ളാഹുവിനോട്. അള്ളാഹു നമുക്ക് റഹ്മത്ത് നിലനിർത്തി നൽകുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ്റെ മധ്യഭാഗത്തേക്ക് നമ്മൾ എത്തുകയാണ്. ഇതുവരെയുള്ള ഇബാദത്തുകളെല്ലാം റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. സൂറത്തുൽ ഗാഫിറിൽ വ്യക്തമാക്കുന്നു അള്ളാഹു പരമോന്നത ശക്തി. അള്ളാഹു സ്വീകരിക്കട്ടെ. ഹമലത്തുൽ അർശ്, അർശിനെ ചുമക്കുന്ന മലായിക്കത്തുകൾ തറാവീഹ് ഇന്നത്തെ റബ്ബിൻ്റെ പൊരുത്തത്തിൽ നിസ്കരിച്ചവർക്ക് വേണ്ടി റഹ്മത്തിനെ തേടും. ഹമലത്തുൽ അർശ് അള്ളാഹുവിൻ്റെ മുഅ്മിനീങ്ങൾക്കായി റഹ്മത്ത് തേടുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഇന്നത്തെ തറാവീഹിൻ്റെ പോരിശ കാരുണ്യത്തിൻ്റെ തേട്ടം നടത്തുന്നത് റഹ്മത്തിൻ്റെ മലക്കുകളാണ് റബ്ബിൻ്റെ പൊരുത്തപ്പെട്ട അടിമകൾക്ക് വേണ്ടി. ഒരാളൊരു രോഗസന്ദർശനം നടത്തി. ആ രോഗസന്ദർശനത്തിന് അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു അമലാണ്. അവന് വേണ്ടി പ്രാർത്ഥിച്ചു, അവന് സഹായങ്ങളൊക്കെ ചെയ്തു. അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ അവന് വേണ്ടി റഹ്മത്ത് തേടും. അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും റബ്ബിൻ്റെ കാരുണ്യം, നദറുർ റഹ്മ, തൃപ്തിയുടെ നോട്ടം ലഭിക്കും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അത്താഴം കഴിച്ചു. രാത്രി നല്ല കഴിച്ചിട്ട് കിടന്നാണ്. അതുകൊണ്ട് എനിക്ക് അത്താഴം വേണ്ടാന്ന് പറഞ്ഞില്ല. അവരൊക്കെ വെള്ളം കുടിച്ചു. ആ സമയത്ത് എഴുന്നേറ്റു. ഒരൽപ്പം വെള്ളം കുടിച്ചു. ഒരു 3 ഈത്തപ്പഴം കഴിച്ചു. ചുരുങ്ങിയ നിലയ്ക്കുള്ള അത്താഴം അൽഹംദുലില്ലാ ആരോഗ്യമായി നല്ല ആരോഗ്യം ലഭിക്കാനത് കാരണമാണ്. ചുരുങ്ങിയ നിലയ്ക്കൊരു അത്താഴം കഴിച്ചു. അതിൽ കിട്ടുന്ന പ്രതിഫലം റഹ്മത്തിൻ്റെ മലക്കുകൾ അള്ളാഹുവിനോട് ഈ അത്താഴം കഴിച്ചവന് വേണ്ടി, സഹർ കഴിച്ചവന് വേണ്ടി റബ്ബിൻ്റെ റഹ്മത്ത് തേടും. അങ്ങനെ ധാരാളം വ്യത്യസ്തമായ സന്ദർഭങ്ങൾ, അള്ളാഹിൻ്റെ റഹ്മത്ത് ലഭിക്കുന്ന സന്ദർഭങ്ങൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബിൻ്റെ റഹ്മത്ത് നമുക്കെല്ലാം നസീബാക്കുമാറാകട്ടെ. ഒരാൾ പോലും ആവശ്യപ്പെടാതെ അയൽപക്കത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു മനുഷ്യൻ, അതുപോലെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു. ആവശ്യപ്പെട്ടില്ല. നമ്മൾ പള്ളിയിലൊക്കെ എപ്പോഴും ദുആ ചെയ്യുന്ന പോലെ ഇന്നാൾക്ക് വേണ്ടി ഇന്നാൾക്ക് വേണ്ടി ആവശ്യപ്പെടാതെ ദുആ ചെയ്യും. നമ്മുടെ പള്ളിയിൽ 5 വഖ്ത് ഇബാദത്ത് നിൽത്തുന്ന ഒരിക്കായ്ക്ക് തീരെ വയ്യ, അള്ളാഹു ശിഫ കൊടുക്കട്ടെ, അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല. നമുക്ക് വേണ്ടി റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രാർത്ഥിക്കും. റബ്ബേ, നിൻ്റെ റഹ്മത്ത് ഈ മനുഷ്യന് കൊടുക്കണേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കും. ഇങ്ങനെ ധാരാളം സന്ദർഭങ്ങളുണ്ട് റഹ്മത്തിൻ്റെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇന്നത്തെ തറാവീഹിന് ശേഷം ചീരണി നൽകുന്നവരെ അള്ളാഹു കബൂലാക്കട്ടെ. ഇന്നത്തെ നോമ്പ് നൽകിയ കുടുംബാദികളെ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം റബ്ബ് നൽകട്ടെ. ജന്നാത്തുൽ ഫിർദൗസ് നസീബാക്കട്ടെ. സമ്പത്തിൽ അള്ളാഹു അഭിവൃദ്ധി നൽകട്ടെ. ആയുസ്സിലും ആരോഗ്യത്തിലും ബറക്കത്ത് ചൊരിഞ്ഞ് നൽകുമാറാകട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയ മുന്നോറുകൾക്ക് എല്ലാവിധ നിഅ്മത്തുകളും അവരുടെ ഖബറിടം പ്രകാശപൂരിതമാക്കി കൊടുക്കട്ടെ. പടച്ചവൻ അവരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ബിഹഖിൻ നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി.